warm welcome to my channel. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡിസോർഡേഴ്സ് ഓഫ് എക്സ്റ്റേണൽ ഇയറിന്റെ പാർട്ട് 3 ഭാഗമാണ്. സെറിബ്രൽ ഇംപാക്ഷൻ. നിങ്ങൾക്കറിയാം സെറിബ്രൽ ഇംപാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It's a condition in which the earwax is tightly packed in the external ear canal to the point that the canal is blocked. In which the earwax is tightly packed in the external ear canal. External ear canal earwax tightly pack ആയി പോകുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മുടെ സെറിബ്രൽ ഇംപാക്ഷൻ എന്ന് പറയുന്നത്. And whereby the external canal is blocked. Blocking of external canal will happen here. Cerumen എന്ന് പറയുന്നത് usually helps to clean out dead skin cells and prevent dirt and water from entering in the inner ear. Also protect the ear from germs. സെറുമൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സെറുമൻ ഹെൽപ്സ് ടു ക്ലീൻ ഔട്ട് ഡെഡ് സ്കിൻ സെൽസ് ആൻഡ് ദാറ്റ് പ്രിവെന്റ് dirt and water from entering the inner ear and also protect the ear from any germs. So the term cerumen is originated from the Latin word cera. Cera എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ് സെറുമൻ എന്ന് പറയുന്ന ഒരു വാക്ക് വന്നത്. cera എന്ന് പറഞ്ഞിട്ട് so normally ഈ സെറുമൻ ഈ എക്സ്റ്റേണൽ ഇയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ സെറുമൻ യൂഷ്വലി flows outward to the opening of the ear where it falls out or get washed away. യൂഷ്വലി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഇയറിൽ നമ്മുടെ ഇയർ ഡ്രമിൻ്റെ ഒക്കെ അടുത്തായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഇയർ വാക്സ് സാധാരണഗതിയിൽ ഫ്ലോസ് ഔട്ട്വേർഡ്സ് ആൻഡ് ടു ദ ഓപ്പണിംഗ് ഓഫ് ദ ഇയർ where it falls out or maybe it get washed away. അങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാവുന്നത്. പക്ഷേ in some cases cerumen impaction happens when the wax dries, build up and gets from anything that affect the normal outward flow of cerumen. Cerumen is mostly impacted when it is pushed against eardrum by cotton tip applications, hairpin applications or any other object that people put in their ears. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് ബഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബഡ്സ് ഇതിലേക്കൂടെ എൻ്റർ ആവുന്ന സമയത്ത് ഈ വാക്സ് ഈ എയർ ഡ്രമിന്റെ സ്ഥലത്തേക്ക് സ്ഥാനം മാറിയിട്ട് അവിടെ ഇമ്പാക്റ്റഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. മെയിൻ കോസ് എന്ന് പറയുന്നത് ഡ്രൈഡ് വാക്സ് ഇസ് വൺ ഓഫ് ദ കോസ്. ആൻഡ് ഡ്രൈഡ് വാക്സിന്റെ പ്രീഡിസ്പോസിങ് കോസ് ആയിട്ടാണ് നമ്മൾ യൂസ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ്, യൂസ് ഓഫ് ഹെയർ പിൻസ് ആൻഡ് യൂസ് ഓഫ് എനി അതർ ഒബ്ജക്ട് ദാറ്റ് പീപ്പിൾ പുട്ട് ഇൻ ദെയർ ears. The next overproduction of the earwax, maybe ഓവറായിട്ട് ഇയർവാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനെ സെറുമൻ ഇമ്പാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അബ്നോർമൽ ഷേപ്പ് ഓഫ് ദ ഇയർ കനാൽ. അബ്നോർമൽ ഷേപ്പ് ഓഫ് ദ ഇയർ കനാൽ will lead to difficulty in flows outward to the opening of the ear. സെറുമന് എക്സ്റ്റേണൽ ഇയറിലേക്ക് അല്ലെങ്കിൽ ഇയർ ഓപ്പണിങ്ങിലേക്ക് പോവാൻ സഹായിക്കാതെ വരികയും അതുവഴി കട്ട പിടിച്ച് കിടക്കാൻ ഇടവരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സെറുമൻ ഇമ്പാക്ഷൻ അബ്നോർമൽ ഷേപ്പ് ഓഫ് ദ ഇയർ കനാലിൽ വരുന്നത്. ദെൻ ആങ്സൈറ്റി, സ്ട്രെസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ആങ്സൈറ്റി മേ ബി വൺ ഓഫ് ദ കോസ്. അത് ആങ്സൈറ്റിയും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ സെറുമൻ നോർമലി പോവാതെ വരികയും ചില സമയത്ത് അബ്നോർമൽ ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യും. ദിസ് ഓൾ ആർ അബൌട്ട് causes of cerumen impaction. കണ്ടില്ലേ, ഓൾറെഡി നമ്മൾ എല്ലാവരുടെയും ചെവിയിൽ ഈ വാക്സ് ഉണ്ടാവും. ബഡ്സ് ഇടുന്ന സമയത്ത് ബഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഇതിന്റെ സ്ഥാനം കുറച്ച് ഉള്ളിലേക്ക് മാറാനും അവിടെ അത് കട്ട പിടിച്ച് കിടക്കാനും ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇന്നർ ഇയറിലേക്കും അത് ഒരു ബ്ലോക്കേജ് പോലെ കിടക്കാനുള്ള. Next, we can move on. Clinical manifestation. ഇതൊരു ചെറിയ കണ്ടീഷൻ ആണ്. So clinical manifestations including otalgia, tinnitus, partial hearing loss, sensation of fullness in the ear. യൂഷ്വലി നമുക്കറിയാം നമ്മളെ ചെവിയിൽ ഈ ഒരു
അഴുക്ക് നിറയുന്ന സമയത്ത്, വാക്സ് ഉണ്ടാകുന്ന സമയത്ത് വാട്ട് ആർ ദ സിംറ്റംസ് വിൽ ഹാവ്? ഇച്ചിങ് ഉണ്ടാവും അല്ലേ? ഇച്ചിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ചെവിയിൽ വല്ലാതെ ചൊറിച്ചിൽ അനുഭവപ്പെടും, ചിലപ്പോൾ ചെവിയിൽ സൗണ്ട്സ് അനുഭവപ്പെടും, ചില സമയത്ത് വേദന, ഓട്ടാൾജിയ ഉണ്ടാവും. ദെൻ നന്നായിട്ട് അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടെങ്കിൽ that will lead to partial hearing loss. Then sensation of fullness in the ear. These all are about clinical manifestations. Otalgia, tinnitus, partial hearing loss, sensation of fullness. ഇതാണ് diagnosis എന്ന് പറയുന്നത് on clinical evaluation തന്നെ we can rule out this cerebral impaction. Otoscope examinationലൂടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. Next regarding treatment. ട്രീറ്റ്മെന്റിൽ കട്ട പിടിച്ചിരിക്കുന്ന മാക്സ് ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് we can instill cerumen softeners. Installation of cerumen softeners like mineral oils, olive oils, wax, solvent, etc. അതൊക്കെ നമുക്ക് ഈ ഒരു cerumen softeners എക്സാമ്പിൾസ് ആയിട്ട് പറയാം. എന്തൊക്കെയാണ്? മിനറൽ ഓയിൽ, ഒലീവ് ഓയിൽ, വാക്സ്, സോൾവെന്റ്, etc. ആൻഡ് the softened wax is then removed using a wax hook. ഒരു വാക്സ് ഹുക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് we can remove it as. Next one is ear irrigation. Ear irrigation is done using oral syringe or suction. Then oral toilet. Oral toilet is a procedure used to clean the oral meatus of discharge, soft wax, ear irrigation. Under light, the pulling of pinner straighten the canal and the probe is introduced to the ear and gently rotate the probe without touching the tympanic membrane and examine the meatus by cleaning status to confirm any remaining debris, crust, etc. Remove it manually, slowly. Wax removal, which means എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞു, അപ്പോൾ വാക്സ് മേ ബി ഹാർഡ്, സോഫ്റ്റ് ഓർ ഡ്രൈ. So careful assessment required to ensure the presence of perforation behind the wax. ചില സമയത്ത് നന്നായിട്ട് ഹാർഡ് ആണെങ്കിൽ മേ ബി നമ്മൾ വാക്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. It should be stopped when the patients experience pain. Hard, crusty wax can be removed of meatus with a ring probe. We can use a ring probe when the wax is hard. The removal is painful. Stop the procedure. After a week, it will be removed by instrumentation. So next one is microsuction. The microscope and the suction is done to remove cerumen, which means ഒരു മൈക്രോസ്കോപ്പ് അണ്ടറിൽ നമ്മൾ സക്ഷൻ ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ മൈക്രോ സക്ഷൻ എന്ന് പറയുന്നത്. ഹൈഗ്രോസ്കോപ്പിക് ഫോറിൻ ബോഡീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള മൈക്രോ സക്ഷനിലൂടെ പറ്റും. കാരണം ഹൈഗ്രോസ്കോപ്പിക് ഫോറിൻ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം എടുത്തു കഴിഞ്ഞാൽ വീർക്കുന്ന തരത്തിലുള്ള പീസ് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ, പയർ പോലെയുള്ള വർഗ്ഗങ്ങളിലൊക്കെ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഒരിക്കലും മൈക്രോ സക്ഷനിലൂടെ നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇയർ ഇറിഗേഷൻ ഒന്നും കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം കേസുകളിലൊക്കെയാണ് വി ക്യാൻ യൂസ് മൈക്രോസ്കോപ്പ്. നെക്സ്റ്റ്, ear irrigation. Ear irrigation, the main objective, it is done using oral syringe or suction. Suction use ചെയ്തിട്ടോ oral syringe use ചെയ്തിട്ടോ ആണ് നമ്മൾ ഈ ഒരു procedure ചെയ്യുന്നത്. And the objective is to cleanse the canal of discharge and to soften and remove impacted cerumen. Indication എന്ന് പറയുന്നത് cerumen impaction or a foreign body in the ear. cerumen impaction ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുത്തോ അങ്ങനെ എന്തെങ്കിലും കുട്ടികളൊക്കെ ചെവിയിൽ എടുത്തിടാനും അതുപോലെ തന്നെ ചില പ്രാണികളൊക്കെ ചിലപ്പോൾ ഉള്ളിൽ പോയി കിടക്കാനും അങ്ങനെ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇയർ ഇറിഗേഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോൺട്രാഇൻഡിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ഇയർ ഇൻഫെക്ഷൻസ് ആൻഡ് ഇഞ്ചുറീസ് ആൻഡ് ഹൈഗ്രോസ്കോപ്പിക് ഫോറിൻ ബോഡീസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഗ്രോസ്കോപ്പിക് ഫോറിൻ ബോഡീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് മൈക്രോ സക്ഷനിങ്. വി ഷുഡ് നോട്ട് യൂസ് ദിസ് ഇയർ ഇറിഗേഷൻ.
ഇറിഗേഷൻ. കാരണം എന്താ, ഹൈഗ്രോസ്കോപ്പിക് ഫോറിൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പീ, ബീൻസ്, കോൺസ് അങ്ങനത്തെ സാധനങ്ങളാണ്. ദീസ് absorbs moisture and causing them to swell the patients with cold, fever, etc. അത് swell ആവാനും അതുവഴി ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുമുള്ള സാധ്യത കൂടുതലാണ്. So these all are the indications and contraindications. The ear irrigation procedure ഇതാണ്. First of all, explain the procedure to the patient to gain cooperation and reassuring the patient. Then assemble the equipments, protect the client and wet linen, moisture proof pad, wash your hands to prevent cross infection, have the client sit up or lie with the head tilted toward the side of affected ear. ഏത് സൈഡാണോ ചെവിയിൽ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് ആ ഭാഗത്തേക്ക് പേഷ്യന്റിനോട് സ്വല്പം ടിൽറ്റ് ചെയ്യാൻ പറയാം. തല ഒന്നുകിൽ കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യാം. Then clean the pinna and meatus and auditory canal as necessary with the normal saline to remove the material lodged on it. Fill the syringe or irrigation container with solution. Allow air to escape from it. Fill ചെയ്യുക. എന്നിട്ട് fill ചെയ്തതിന് ശേഷം straighten the ear canal by pulling inner down and back for an infant and up and back for an adult. അതൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് പിന്നെ ഹോൾഡ് ചെയ്തത്? ഫോർ ചിൽഡ്രൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫാന്റ് ആണെങ്കിൽ വി ക്യാൻ പുൾ ഡൗൺ ആൻഡ് ബാക്ക്. അഡൽട്ട് ആണെങ്കിലോ അപ്പ് ആൻഡ് ബാക്ക്. അങ്ങനെ നമ്മൾ സ്റ്റഡി ആക്കി നിർത്തുക. ദെൻ സ്ലോ സ്ട്രീം സൊല്യൂഷൻസ് പതിയെ ഇൻജെക്ട് ചെയ്ത് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കുക. സഫീഷ്യന്റ് ഫോഴ്സിൽ മാത്രമേ നമ്മൾ സൊല്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഇഞ്ചുറി ടു ദ ടിംപാനിക് മെംബ്രെയിൻ. നല്ല ഫോഴ്സിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ടിംപാനിക് മെംബ്രെയിന് അത് പെർഫോറേഷൻസ് ഒക്കെ ഉണ്ടാകും. ഇഫ് പെയിൻ ഓർ ഡിസ്നസ് ഒക്കേഴ്സ് പ്ലീസ് സ്റ്റോപ്പ് ദ പ്രൊസീജിയർ. പെയിനോ അല്ലെങ്കിൽ പേഷ്യന്റ് ഡിസ്നസ് ഒക്കെ തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. ഇറിഗേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്ലേസ് എ കോട്ടൺ ബോൾ ലൂസ്ലി ഇൻ ദ auditory meatus and have client lie on the side of affected ear. അവിടെ ഒരു പാഡ് വെച്ച് കൊടുക്കാം. പേഷ്യന്റ് can get the earwax. So far നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെർമൻ ഇംപാക്ഷനെ പറ്റിയിട്ടാണ്. Which is a condition in which the earwax is tightly packed in the ear to the point that canal is blocked. So അതിന്റെ കോസസ് പറഞ്ഞു. ഇയർ ഇറിഗേഷൻ ആണ് മെയിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നഴ്സസ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു explain the procedure to gain cooperation and reassure the patient. Assemble all equipments, wash your hands and provide psychological support to the patient and positioning the patient. Have the client sit up or lie with the head tilted towards the side of the affected ear. Have the client support a basin under the ear to receive irrigating solution. So ഗ്രാവിറ്റിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ആ അഫക്റ്റഡ് സൈഡ് ടിൽറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഉള്ളിലുള്ള വാക്സ് ഒക്കെ വാഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വി ക്യാൻ കളക്ട്. വാക്സിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. താങ്ക് യു.